നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ FC ബാഴ്സലോണ നാളെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടുകയാണ്. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 മെട്രോപൊളിറ്റനോയിൽ ഈ കളി നടക്കുന്നത്. ആദ്യ പാദത്തിൽ ക്യാമ്പ് നൗവിൽ 2-0 പൊട്ടിയതാണ് ബാഴ്സക്ക് മടങ്ങിയെത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യം ആരാധകരിലുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ, കാറ്റലൻ മാധ്യമങ്ങളൊക്കെ ഉയർത്തി കാണിക്കുന്നത് ഒരാളെയാണ്, ഒരു പയ്യനെയാണ്, ലാമിനെ യമാലിനെയാണ്. FC ബാഴ്സലോണയുടെ തിരിച്ചുവരവ് ലാമിനെ യമാലിൻ്റെ നേതൃത്വത്തിലായിരിക്കും, അവൻ്റെ മികവിലായിരിക്കും എന്നവർ കൺവിൻസ്ഡ് ആയിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഹൻസി ഫ്ലിക്കിനൊപ്പം വരിക യമാലായിരിക്കും കാര്യങ്ങൾ വിശദീകരിക്കുക. നോക്കുക, സ്പാനിഷ് മാധ്യമങ്ങൾ, ഇപ്പോൾ കാറ്റലൻ മാധ്യമം മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ കവർ പേജ് ലാമിനെ ഉയേല എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലാമിൻ ഫ്ലൈയിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. അത്രയധികം മോട്ടിവേറ്റഡ് ആണ്. ലാമിൻ ഫ്ലൈസ് എന്ന് മുണ്ടോ ഡിപ്പോർട്ടിവോ കൊടുക്കുമ്പോൾ സ്പോർട്ടിൻ്റെ ഹെഡിങ് എന്താണെന്നറിയോ, കവർ പേജ് എന്താണെന്നറിയോ, ലാമിനെ യമാൽ തന്നെയാണ്. എന്നിട്ട് മോട്ടിവാരിസ്മോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വെരി മോട്ടിവേറ്റഡ്. അതാണിപ്പോൾ ലാമിനെ യമാലിൻ്റെ സ്ഥിതിവിശേഷം. അതായത് ലാമിൻ യമാൽ ഈസ് റെഡി ടു ലീഡ് ദി റമൻഡഡ എഗെയിൻസ്റ്റ് അത്ലറ്റിക്കോ മാഡ്രിഡ്. മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ റിപ്പോർട്ടാണ്. ലാമിനെ യമാൽ റെഡിയാണ്, ബാഴ്സലോണയുടെ തിരിച്ചുവരവ് നയിക്കാൻ അദ്ദേഹം റെഡിയാണ്. ദി പ്ലെയർ ഈസ് അൾട്രാ മോട്ടിവേറ്റഡ് ഫോർ ദി മാച്ച്. ഈ മാച്ചിന് ലാമിനെ യമാൽ അൾട്രാ മോട്ടിവേറ്റഡ് ആണ്, ഇൻ ടോപ്പ് ഫോമിലാണ്. അതുപോലെ തന്നെ ഈ സീസണിൽ തന്നെ ചാമ്പ്യൻസ് ലീഗ് കിരീടം ചൂടുക എന്നുള്ളത് ലാമിൻ യമാലിൻ്റെ സ്വപ്നമാണ്. വേൾഡ് കപ്പും ചാമ്പ്യൻസ് ലീഗും ഒക്കെ ഈ സീസണിൽ തന്നെ നേടണം, അതാണ് അവൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിന്നെ ബാലൻ ഡി ഓർ കയ്യിലിരിക്കും. അപ്പോൾ ഈ സീസണിൽ തന്നെ ചാമ്പ്യൻസ് ലീഗ് നേടുക എന്നുള്ളത് ലാമിൻ യമാലിൻ്റെ സ്വപ്നമാണ്. ഹി വിൽ ബി ദി സ്പിരിച്വൽ ലീഡർ ഓഫ് ദി ടീം ടുമാറോ എന്നവരിപ്പോൾ പബ്ലിഷ് ചെയ്യുകയാണ്. സോ അതിൻ്റെ തുടക്കം ഇന്ന് ഹൻസി ഫ്ലിക്കിനൊപ്പമുള്ള ആ പത്രസമ്മേളനത്തിലൂടെ ആയിരിക്കും. ഏതായാലും ഫ്ലിക്ക് മുഴുവൻ സ്ക്വാഡിനെയും മാഡ്രിഡിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ് ഈ സെക്കൻഡ് ലെഗിന്. അതായത് പരിക്കേറ്റ താരങ്ങളും സസ്പെൻഡഡ് ആയിട്ടുള്ള താരങ്ങളും ഒക്കെ ടീമിനോടൊപ്പം ഉണ്ടാവണം. അതായത് ഹി വാണ്ട്സ് ദി പ്ലെയേഴ്സ് ടു സ്റ്റേ മോട്ടിവേറ്റഡ് ആൻഡ് യുണൈറ്റഡ്. ഇത്തരം ഒരു സുപ്രധാന മത്സരത്തിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. പക്ഷേ ക്ലബ് ഇതുവരെ അതിനുള്ള അപ്രൂവൽ കൊടുത്തിട്ടില്ല എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് തീരുമാനമെടുക്കും, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.